അയ്യോ നല്ലൊരു കാഴ്ച കാണിക്കാം. ഒരു ഓഹരി നട്ട മനുഷ്യർക്ക് കിട്ടണ്ടേ? ഞാൻ പറഞ്ഞതിൽ എന്ത് തെറ്റേ? കറണ്ട് ഇല്ലാത്ത ദിവസം നമ്മുടെ വീഡിയോയുടെ അവസ്ഥകൾ. വേറൊരു സംഭവം പറയട്ടെ. നീ ഉറങ്ങി കിടന്നപ്പോൾ കഴിഞ്ഞ സീസണിൽ റെഡിയാക്കി വെച്ചിരുന്നതാണ്. ഇപ്പോൾ ഡയമണ്ട് കുറച്ച് കഴിയുമ്പോൾ എന്തായി മാറും? വെറും കല്ലായി മാറും. വെറും കല്ല്. ഇപ്പോൾ ചിലർ ഞങ്ങളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ആൾക്കാർക്ക് കൊടുത്തുകൂടെ? ചക്കി അരിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ വെള്ളത്തിൽ ഇടരുത് കൂട്ടാ. നിങ്ങൾ പറഞ്ഞത് തിരുത്തണമെന്ന് ഉണ്ട്. പക്ഷെ പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കുമ്പോ നമുക്കൊരു മനസ്സിൽ പിടിക്കായിക എനിക്കുണ്ട്. ഫ്രീസറിൽ വെച്ച് ഉപയോഗിക്കാത്തവരെ പറ്റി ഞാൻ കാണിക്കുന്നത്. ഡിസംബർ 17-ാം തീയതി ഞായറാഴ്ച രാവിലെ 8 മണിയോടുകൂടി ഭയങ്കര മണവും നല്ല പഴുത്തത്. ഇതിന് ചുണ്ടില്ലാക്കണ്ണെന്നുള്ള പേര് വന്നതിന്റെ കാരണം എന്താ? പഴം അതിലിട്ട് കഴിഞ്ഞാൽ വിവരം അറിയും. എന്നാണെന്ന് കേൾക്കുമ്പോ ആരും കംപ്ലൈന്റ് ഇവിടെ പറയൂ. നിങ്ങളുടെയൊക്കെ വീട്ടിൽ അങ്ങനെയാണോ? ആരും വിചാരിക്കുന്ന രീതിയിലല്ല അപ്പയുടെ പരിപാടി. ഞങ്ങളിലൊക്കെ ഇളയ ഒരു കൊച്ച ഞങ്ങളിൽ നിന്ന് പെട്ടെന്നുള്ള വേർപാടായി പോയി. ഗുഡ് മോർണിംഗ്. അപ്പോൾ ക്ലൈമറ്റ് ഒക്കെ വിൻ്ററായി തുടങ്ങിയെന്ന് വിചാരിച്ചെങ്കിലും ദേ പെട്ടെന്നൊരു മഴച്ചാറ്റലൊക്കെ വന്നു കേട്ടോ. എന്താണെന്നറിയില്ല. അപ്പോൾ അതേ ഒരു ക്ലൗഡി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ കറണ്ട് ഇല്ല കേട്ടോ. അപ്പോൾ കറണ്ട് പോകുമെന്ന് ഇന്നലെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. എന്തോ റിപ്പയർ വർക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ നമ്മൾക്ക് ഇന്നലെ ഒരു ലോങ് ട്രിപ്പൊക്കെ ഉണ്ടായത് കാരണം നമുക്ക് ആ മെസ്സേജ് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ ഇന്ന് കറണ്ട് ഇല്ല. എന്തായാലും കറണ്ട് ഇല്ലാത്ത ദിവസം നമുക്ക് നമ്മുടെ ലൈഫ് ആസ് സച്ച് മൂവ് ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് കാണാം. കറണ്ട് ഇല്ലാത്ത ദിവസത്തെ ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങൾ. ഹാപ്പി സൺഡേ. ഹാപ്പി സൺഡേ ഒക്കെയാണ്. പക്ഷെ ഇങ്ങനെ ചില വിഷയങ്ങളുണ്ട്. ഇച്ചിരി തേങ്ങയരപ്പ് കറി ഇരിക്കുന്നത് കൊണ്ട് മാത്രം തേങ്ങ അരച്ചുള്ള പരിപാടി വേണ്ട. പിന്നെ വീഡിയോ പരിപാടി ഇതിനെല്ലാം ചാർജുകളൊക്കെ വിഷയമാണ്. എങ്കിലും ഉള്ളതുപോലെ ചെയ്യാം അല്ലേ? പവർ ബാങ്കിലൊക്കെ ഉള്ളത് അനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്ത് ചെയ്യാം. ഞാൻ ഓർത്തു അതെന്നാ പെട്ടെന്ന് ഇങ്ങനെ വെച്ചേക്കണല്ല കുഞ്ഞോളാ കൊണ്ടുപോകാൻ വെച്ചേക്കണം. അത് ശരി. അയ്യോ നല്ലൊരു കാഴ്ച കാണിക്കാം. നമ്മുടെ കോല് കോല് വെട്ടി നിർത്തിയേക്കണം കേട്ടോ. നമ്മുടെ വാഴക്കൊല, പാളയംകുടയുടെ കൊല, അണ്ണാൻ കൊള്ളാം. കിളികൾ, അണ്ണാൻ മറ്റു കിളികൾ എല്ലാം കഴിച്ച് ഒരു പരുവമായിട്ടുണ്ട്. പരുവം ഇനി എന്നാ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫുൾ അതിൽ നിന്ന് അവർ തിന്നു തീർക്കും. അതിനുശേഷം പെട്ടി വാഴപ്പിണ്ടി എടുക്കുന്നതാണ്. നിങ്ങൾ എപ്പോഴും ചോദിക്കൂലേ പാഷൻ ഫ്രൂട്ട് അണ്ണാൻ തിന്നു എന്ന് പറയും. പിന്നെ ഞാൻ വേറെ ഏതാണ്ട് റംബൂട്ടാൻ അണ്ണാൻ തിന്നു എന്ന് പറയുമ്പോ അവരും കുറെ തിന്നണ്ടേ, അവർക്കും വേണ്ടേന്ന് ചോദിക്കും. അവർക്കൊക്കെ തിന്നാനുള്ള വൃക്ഷങ്ങളും ഈ പറമ്പിലുണ്ട്, അവര് തിന്നാറുണ്ട്. അതിൽ ഒരു ഓഹരി നട്ട മനുഷ്യർക്ക് കിട്ടണ്ടേ? ഞാൻ പറഞ്ഞതിൽ എന്ത് തെറ്റേ? ഈ കുല മുഴുവൻ അവർക്ക് കൊടുത്തേ. ഇത് ഇനിയിപ്പൊ തീർന്നു വേണമെങ്കിൽ കൊലയായിട്ട് നിൽക്കുമ്പോ നാളെ വേണമെങ്കിൽ അതും എടുത്തേച്ച് വെക്കും. രാവിലെ ആകുമ്പോഴത്തേക്ക് അത് തീരും മിക്കവാറും. കൊടുത്തതല്ല അവരെടുത്തതാ. അല്ല അങ്ങനെയല്ല പറഞ്ഞു. ഈ പരുവത്തിലായതുകൊണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കണില്ല. അപ്പൊ അത് നാളെ രാവിലെ ജനൽ തുറക്കുമ്പോ എടുക്കാമെങ്കിൽ എടുത്തേച്ച് പോകും. നാളത്തേക്ക് കംപ്ലീറ്റ് ഫുൾ റിമൂവൽ ആവും. അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്തേക്കാം. റിമൂവൽ ആയി കഴിയുമ്പോ കൊല അപ്പാടെ വെട്ടി ആ രീതിയിൽ ഇവിടെ വെച്ചേക്കാം. എന്നിട്ട് പിണ്ടി എടുക്കാലോ. അപ്പൊ ഇതാണ് ഇന്നത്തെ അവസ്ഥ. എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാനില്ല. അവര് തിന്നും. തിന്ന് സംതൃപ്തരാണ്. അവരിപ്പോ സന്തോഷിക്കുന്നുണ്ടാവും. പാഷൻ ഫ്രൂട്ടിന്റെ ഒക്കെ ആൾക്കാർ പറഞ്ഞില്ലേ, റംബൂട്ടാനൊക്കെ ഒരെണ്ണം നമുക്ക് കിട്ടിയില്ലെങ്കിൽ എങ്ങനെയാ? അതെ, പോകാം. മുഴുവനും കിട്ടി അവർക്ക്. ഓക്കെ, ഉണ്ടായി തുടങ്ങിയോ? ആണോ? അതെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ചെലപ്പോ ഇനിയും ഉണ്ടാവും കേട്ടോ. ശരി, നമുക്ക് ആദ്യമേ തന്നെ
ഫ്രീസറിൽ നിന്ന് ഒരു സംഭവം എടുക്കാനുണ്ട്. അതെടുത്തിട്ട് നിങ്ങളെ കാണിക്കാം. അത് ഉലർത്താനാണ് ഉദ്ദേശം. ഉലർത്തുകറിയുന്നതാവട്ടെ. ഇനിയിപ്പൊ അതിന്റെ സീസണിലേക്ക് പതുക്കെ കടന്നു തുടങ്ങി. നമുക്ക് ഇവിടെ ആയിട്ടില്ല, പല സ്ഥലങ്ങളിലും ആയി തുടങ്ങി. കുക്കർ അടിച്ചതാട്ടോ. കുക്കർ അരി വേവാൻ വിസില് കൂവിയതാ. അപ്പൊ ഞാനത് അങ്ങ് ഓഫ് ചെയ്തു. ഇനി ഡിസ്റ്റർബ് ആവണ്ടെന്ന് കരുതി. നമുക്ക് ഫ്രീസറിൽ നിന്ന് എടുക്കാം. അങ്ങോട്ട് പോവാം. പോരെ. കറണ്ട് ഇല്ലാത്ത ദിവസം നമ്മുടെ വീഡിയോയുടെ അവസ്ഥകൾ. കറണ്ട് ഇല്ലെങ്കിൽ പണിയാവും. മറ്റേ ഫോണിൽ തീരെ ചാർജ് ഇല്ല. ഇന്നലത്തെ ഇതുകൊണ്ടാണോ അതെന്നെ പറ്റിയ? എങ്ങനെ ഇന്നലെ നമ്മള് പോയേക്കണ കാരണം ചാർജ് ചെയ്തില്ലല്ലോ. നൈറ്റിലല്ലേ വന്നത്. നോക്കട്ടെ കേട്ടോ. കറണ്ട് ഇല്ലെങ്കിലും ഫ്രഷ് ആയിട്ടാ സംഭവം ഇരിക്കണത്. അടിപൊളി ചക്കക്കുരു. ഓ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നു. ഒത്തിരി പേര് നമ്മൾ കഴിഞ്ഞ ചക്കക്കുരു മാങ്ങയും ചോറിലൊഴിക്കുന്ന കണ്ടപ്പോ പറഞ്ഞു സീസൺ ആയോ എത്ര വേഗം ചക്കക്കുരു ആയി കിട്ടിയത് എന്നൊക്കെ ചോദിച്ച്. നമുക്ക് ഒത്തിരി ലേറ്റ് ആയ ചക്ക ആവണതാ. എന്റെ വീട്ടില് ചക്ക ആദ്യം മൂക്കും, അന്നേരം ഇവിടെ ചക്ക വരാറുണ്ട്. വേറൊരു സംഭവം പറയട്ടെ. നീ ഉറങ്ങി കിടന്നപ്പോൾ നിന്റെ അമ്മാച്ചൻ, അതായത് എന്റെ ആഗ്രഹം വന്നു വെളുപ്പിന വേറൊരു സ്ഥലത്ത് പോണ ടൈമില് വന്നു. കൊണ്ടുവന്ന സാധനം സസ്പെൻസിൽ ഇരിക്കട്ടെ. നമുക്ക് 3 പേർക്ക് ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടുമായിട്ടായി. അത് വളരെ വലുതുമാണ്. റബ്ബർ തോട്ടത്തില് റബ്ബർ പ്ലാന്റ് ചെയ്തപ്പോ അതിന്റെ ഇടയ്ക്ക് പ്ലാന്റ് ചെയ്ത സംഭവം. ഇപ്പൊ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്നാന്നുള്ളത്. പിന്നെ കാണിക്കാം. കറിയുടെ പരിപാടി ചെയ്യട്ടെ കേട്ടോ. ഇന്നലെയൊക്കെ ട്രാവലിംഗ് ആയതുകൊണ്ട് കറിയൊക്കെ ഇച്ചിരി കുറവാ. അപ്പൊ നമുക്ക് സീസൺ ആയിട്ടില്ല. ചക്കയുടെ സീസൺ ഒന്നും നമുക്കായിട്ടില്ല. പലയിടത്തും ആയിരുന്നു. നമ്മളിത് കഴിഞ്ഞ സീസണിൽ റെഡിയാക്കി വെച്ചിരുന്നതാണ്. പച്ചനെ ഫ്രീസറിൽ വെച്ചിരുന്നതാണ്. പച്ചനെന്ന് വെച്ചാൽ അതെ എങ്ങനെയും വേവിച്ചിട്ടൊന്നുമില്ല. അല്ല, വെളുത്ത തൊലി അങ്ങ് കളയും. എന്നിട്ട് ഈ മുനപ്പില്ലേ ഇവിടെയുള്ള അതും കട്ട് ചെയ്തേച്ച് ഇങ്ങനെ വെച്ചിരുന്നതാ. അപ്പൊ ഈ ഭാഗം ഇനി കളയാതെയാണ് ഒരുക്കി എടുക്കണത്. ഒരുക്കണം നിങ്ങളെ കാണിക്കാം. അപ്പൊ അതിനു മുമ്പ് സ്വല്പം ഒരു പാത്രത്തിലേക്ക് പകർത്തട്ടെ. ഇതിന്റെ പകുതി എടുത്താ പോരെ. അച്ചിങ്ങ ഉലർത്തിയതുണ്ട്. കാരണം ഇത് സൂക്ഷിച്ചിരിക്കട്ടെ. നമുക്ക് ചക്കക്കുരു വൈകിയല്ലേ ആവുള്ളൂ. അപ്പൊ നമുക്കത് എടുത്ത് ഒന്ന് ഉലർത്താം. പിന്നെ നമുക്ക് ചക്കക്കുരു മാങ്ങയ്ക്കും എന്തിനെങ്കിലും സൂക്ഷിച്ചേക്കാം. ഇത്രയും മൊത്തം സൂക്ഷിച്ചു വെച്ചിട്ടുള്ളൂ. പരീക്ഷണാർത്ഥം ഒന്ന് സൂക്ഷിച്ചു നോക്കിയതാട്ടോ എങ്ങനെയുണ്ടെന്ന് അറിയാൻ. അപ്പൊ ഞാനത് എടുക്കട്ടെ. ഇത്രയും ഞാൻ സൂക്ഷിച്ചു അടയ്ക്കണം. ഇത്ര എടുത്തു. വേറെ ഉലർത്തുകറിയുണ്ട്. കാരണം ഇത് ചക്കക്കുരു ഒന്നും ഉള്ള സീസണിൽ ആർക്കും വേണ്ട. ഇപ്പൊ വലിയ ഡയമണ്ട് പോലെ ഫ്രഷസ് ആയിട്ടിരിക്കണം. ഡയമണ്ട് കുറച്ച് കഴിയുമ്പോൾ എന്തായി മാറും? വെറും കല്ലായി മാറും. വെറും കല്ല് പ്ലാവിന്റെ ചോട്ടിൽ വീണ് കിടക്കും. ആർക്കും വേണ്ട. കൂടി ആർക്കും വേണ്ട. അപ്പോൾ ചിലർ ഞങ്ങളോട് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ആൾക്കാർക്ക് കൊടുത്തുകൂടെ? ഞങ്ങൾ കൊടുക്കണമെന്നൊന്നും ആരോടും പറയാറില്ല. ഞങ്ങളുടെ ആൾക്കാർ ഞങ്ങൾ വേണ്ടവരോടെല്ലാം ഇട്ടെടുത്തോളാൻ പറയാം. കൊടുക്കണ കാര്യങ്ങൾ ഞങ്ങൾ കാണിക്കാറില്ല. വന്ന കാര്യങ്ങൾ ഞങ്ങൾ കാണിക്കാം. ഞങ്ങളുടെ വീട്ടിൽ സാധനങ്ങൾ വരുന്നത് ഞങ്ങൾ കാണിക്കും. പക്ഷെ കൊടുക്കണമെന്ന് ഞങ്ങൾ കാണിക്കാറില്ല. ഓക്കെ. ഇത് ഞാൻ ചക്കക്കുരുവേ ഐസ് പിടിച്ചിരുന്നതൊന്ന് പോവാനായിട്ട് ഇച്ചിരി നേരത്തേക്ക് ഒന്ന് വെള്ളത്തിലിട്ട. ഇപ്പൊ തന്നെ വെള്ളം മാറ്റൂട്ടോ. പക്ഷെ ഒരു കാര്യമുണ്ട്, ചക്ക നമ്മൾ ഐസ് പോകാനായിട്ട് ഇങ്ങനെ വെള്ളത്തിലിടരുത്. അത് തീരെ സോഫ്റ്റ് അല്ലേ, അതിങ്ങനെ അലമ്പായി പോകും. ഇത് ഹാർഡായി ഇരിക്കണോണ്ട് ഞാൻ വെള്ളത്തിലിട്ടതാട്ടോ. ഇത് ഈ ഐസിന്റെ ഇതങ്ങ് പോയി കഴിഞ്ഞാൽ ഞാൻ വെള്ളം മാറ്റി പ്ലേറ്റിൽ തന്നെ ഇരിക്കും. എന്നിട്ട് നിങ്ങളെ ഒരുക്കണ കാണിക്കാം. ഞാൻ പറഞ്ഞില്ലേ ഈ തൊലി ഇപ്പൊ കളയാറില്ല. ഇത് നല്ലതാന്ന് പറഞ്ഞോണ്ട് അത് കളയാറില്ല. ചുമ്മാ അരിഞ്ഞെടുക്കുക പതിവ്. അത് കാണിക്കാം കേട്ടോ. ഓക്കെ. ചെറിയിരുന്ന ചക്കക്കുരുവിന്റെ ഈ പരുവ ഞാൻ പറഞ്ഞു ബ്രൗൺ തൊലി കളയണില്ലാന്നത്. ഇതെങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ട് ഈ ഫ്രിഡ്ജിൽ ഇരുന്നേച്ച് നമ്മള് ഫ്രീസറിൽ ഇരുന്ന സാധനം കുറച്ച് സമയം വെള്ളത്തിലിട്ട് മെൽറ്റാക്കി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടല്ലോ പുറത്തെല്ലാം ഐസ് പിടിച്ചിരിക്കണത്. ഇത് ഇത്രയും ഹാർഡായിരിക്കുന്ന ചക്കക്കുരു ആയതുകൊണ്ട് വെള്ളത്തിലിട്ട് മെൽറ്റാക്കി എടുക്കണതാണ്. ചക്ക അരിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ വെള്ളത്തിലിടരുത് കൂട്ടോ. അത് തീരെ ഒന്നിനും കൊള്ളൂലാത്ത പരുവത്തിലായിപ്പോവും, പഞ്ഞു പോലെ ആയിപ്പോവും. അത് നാച്ചുറൽ ആയിട്ട് തന്നെ നമ്മള് കവറിൽ എന്തിലാ ഇട്ട് വെച്ചേക്കണെന്ന് വെച്ചാൽ അതൊരു പാത്രത്തിലേക്ക് ഇട്ട് സ്വതവേയുള്ള തണുപ്പ് പോവാനായിട്ട് അനുവദിക്കണം. എന്നിട്ട് കഴുകി വാരി എടുത്താൽ മതി കേട്ടോ. ഞങ്ങളെ അങ്ങനെ പറഞ്ഞപ്പോ ആരോ പറഞ്ഞായിരുന്നു, നല്ല സബ്സ്ക്രൈബേഴ്സ് ആരോ പറഞ്ഞു
ചക്ക അരിയുന്നതിന് മുമ്പാണ് കഴുകിയെടുക്കണ്ടേ, അരിഞ്ഞു കഴിഞ്ഞ് കഴുകൂലെന്നാ. ഞാൻ എന്നാന്നറിയോ, എന്റെ വീട്ടിലൊക്കെ അരിഞ്ഞു കഴിഞ്ഞിട്ടാണ് കഴുകി ശീലിച്ചേക്കണത്. അതുപോലെ ഇവിടെ അമ്മച്ചിയും ചക്ക അരിഞ്ഞതിന് ശേഷം കഴുകിയെടുത്ത് ഞാൻ കണ്ടേക്കണത്. പിന്നെ നമ്മുടെ വേറൊരു പോയിന്റും അത് രണ്ടും ചെറുപ്പത്തിലെ അങ്ങനെ കണ്ട് ശീലിച്ചതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ചെയ്തു പോന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞത് തിരുത്തണമെന്ന് ഉണ്ട്. പക്ഷെ പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീസറിൽ ചക്ക വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് അതിനകത്ത് ഐസ് ഫോം ചെയ്തിരിക്കും. അപ്പൊ ഐസ് ഫോം ചെയ്തിരിക്കുന്ന സംഭവം ഇങ്ങനെ വേറെ പാത്രത്തിൽ നിരത്തി എന്ത് സാധനത്തിലിട്ട് നിരത്തിയാലും ഐസ് പോയി കഴിയുമ്പോൾ അതിൽ വെള്ളം വീണൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കും ചക്ക അരിഞ്ഞു വെച്ചിരിക്കുന്ന പീസുകളില്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ നമുക്കൊരു മനസ്സിൽ പിടിക്കായിക എനിക്കുണ്ട്. എന്റെ കാര്യം ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വെറുതെ വെള്ളത്തിലൊന്ന് അലമ്പി കഴിയേച്ചാണ് വേവിക്കാൻ എടുക്കണത് കേട്ടോ. അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത് നല്ല 2-3 സബ്സ്ക്രൈബേഴ്സ് എഴുതിയിട്ടുണ്ടായിരുന്നു ചക്ക അരിഞ്ഞതിന് ശേഷം കഴുകുകയില്ലാന്ന്. അത് ഓക്കെ, കറക്റ്റ് ആയിരിക്കും അത്. പക്ഷെ ഞാൻ ഇങ്ങനെയുള്ള സംഭവം ഉള്ളത് കൊണ്ടും ചെറുപ്പത്തിലെ മറ്റേ രീതിയിൽ ശീലിച്ചത് കൊണ്ടും ഇത് മാറ്റിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് അറിയാൻ പറ്റും എന്നാന്നുള്ളത്. അതിന്റെ ആ ഐസ് ഫോം ചെയ്തത് പോയി കഴിയുമ്പോൾ വെള്ളം വിട്ടതിൽ കിടക്കണം. അത് നമുക്ക് ഒട്ടും കഴുകാതെ ഉപയോഗിക്കാൻ മനസ്സുകൊണ്ട് തോന്നൂല കേട്ടോ. കഴിക്കാനുള്ള സാധനം അല്ലേ, വെക്കാനുള്ളതല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണത്. ഓക്കെ, ഇതിനുള്ള ഉപ്പ് അതിലേക്ക് ഇട്ടു. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ. ഇതില്ലേ ഒറ്റ വിസിലടിച്ചാൽ മതി, പെട്ടെന്ന് വേവും. കാരണം ഇതിലിരുന്ന് ഇപ്പൊ ഞാൻ അതിന്റെ സോഫ്റ്റ്നെസ് നിങ്ങളെ ഒരു മിനിറ്റ് ഞാൻ വേവിക്കാൻ വെക്കണമെന്ന് കാണിക്കേണ്ട കാര്യം ഇല്ലെങ്കിൽ പോലും ശരിക്കും ഇത് ഫ്രീസറിൽ വെക്കണവർക്ക് അറിയാം. അവർക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടാവും ഇത്തരം ഡീറ്റെയിൽ പറയുമ്പോൾ. അവരൊന്ന് കണ്ണടച്ചേക്കുക. ഫ്രീസറിൽ വെച്ച് ഉപയോഗിക്കാത്തവരെ പറ്റി ഞാൻ കാണിക്കുന്നത്. ഈ നമുക്ക് ഡീപ് ഫ്രീസർ ഇല്ലെങ്കിലും ഫ്രിഡ്ജിന്റെ ഫ്രീസറിലും വേണമെങ്കിൽ ശേഖരിക്കാം. അപ്പൊ അതിൽ പാലും മീനും ഇറച്ചിയൊക്കെയാണ് എപ്പോഴും വെക്കാറ്. അപ്പൊ ഇത് മേടിച്ചപ്പോ സൗകര്യപ്രദമായി എനിക്ക്. പിന്നെ നമുക്കിതേ മഞ്ഞളിട്ടു. ഇനി ഒറ്റ വിസിലിൽ ഓഫ് ചെയ്യുക. എന്നിട്ട് അത് തുറന്ന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. തുറന്ന് വെച്ച് അതിന്റെ ആവി പോയി കഴിയുമ്പോൾ നമുക്ക് ഉലർത്തിയെടുക്കാം. അപ്പൊ ഇടയ്ക്ക് വേണേ. ഡിസംബർ 17-ാം തീയതി ഞായറാഴ്ച രാവിലെ 8 മണിയോടുകൂടി, അതായത് ഇന്നാണോ ഇത് കൊടുക്കണേന്ന് അറിയില്ലോ, ഒരു വണ്ടി ഇവിടെ വന്ന് നിന്നു ഭയങ്കര സൗണ്ടോട് കൂടി. എന്റെ ആങ്ങള വന്നതാ. അതായത് 2-3 നൈറ്റായിട്ട് കേറിയില്ല, മെറ്റത്ത് നിന്ന് തന്നേച്ചു വിട്ടുപോയി, വേറൊരു ആവശ്യത്തിന് എവിടെയോ പോവാ. അപ്പൊ ഇതെടുക്കാം. ഭയങ്കര മണവും നല്ല പഴുത്തതും. റബ്ബർ തോട്ടത്തിൽ അല്ല, പറമ്പില് റബ്ബർ വെച്ചിരിക്കുന്ന റബ്ബർ തോട്ടത്തില് തൈ നടുമ്പോ അവര് ഇടവിളയായിട്ട് കൃഷി ചെയ്യുന്ന പൈനാപ്പിള് ആ കർഷകർ വെക്കണം. 3 വർഷത്തേക്ക് അവർക്ക് ഇങ്ങനെ കൊടുക്കുവല്ലേ. അടിപൊളി അടിപൊളി ജ്യൂസ് അടിക്കാനാണ്. സൂപ്പറാട്ടോ. സൂപ്പറാ. 3 ഉണ്ടല്ലേ? 3 പേർക്കും ഓരോന്ന് 3 പേര് ഉപയോഗിക്കുന്നതായിരിക്കും. ഉള്ളതിൽ ചെറുത് എനിക്കായിരിക്കും. ചെറിയ ആൾക്ക് ചെറുതാ. അതെ. ഏറ്റവും വലിയ ആൾക്ക് വലുത്. മിഡിൽ ആൾക്ക് മിഡില്. ചെറിയ ആൾക്ക് ചെറുതാ. ഒരെണ്ണം പാകത്തിന് അധികം പഴുത്തത്തും മറ്റേത് 2 ഇന്ന് ചെത്താൻ പാകത്തിനാ. എന്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്. ഇന്നൊന്നും നടക്കില്ല. അതാണ് ആ ഐഡിയ. ചിലപ്പോ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഞാൻ തൊണ്ടി എത്തി ജാമാക്കും. അത് നല്ല ഐഡിയ. അത് ജാമിന്റെ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ഞാൻ മിക്കവാറും ഉണ്ടാക്കുവായിരുന്നു. അപ്പൊ ആ ജാം കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. അമ്മ ഫ്രൂട്ട്സ് വെക്കാൻ മേടിച്ച പുതിയ വട്ടി കേട്ടോ. ഇതൊരു കേമൻ വട്ടിയാണല്ലോ. അതല്ല ഇത്. ഇതവിടെ നിന്ന് കൊണ്ടുവന്ന പഴം നേരത്തെ കണ്ടതാ. ചുണ്ടിലാക്കാൻ വേണ്ടി ഇത് കഴിഞ്ഞായിട്ട് കൊണ്ടുവന്നതാണ്. അത് ഇന്നലെ നിങ്ങൾ ഓൾറെഡി കണ്ടതാ. ഇതില് പഴുത്തത് കുറച്ച് ഉരിഞ്ഞു കിടപ്പുണ്ട്, അത് എടുക്കണം. നല്ല രുചിയായിരുന്നു. പോലെ തന്നെ. ഇതിന് ചുണ്ടില്ലാക്കണ്ടെന്നുള്ള പേര് വന്നതിന്റെ കാരണം എന്താ? ചുണ്ടില്ലാത്തത് കൊണ്ട്. കൃത്യമായിട്ട് പറ. വാഴച്ചുണ്ടില്ല, വാഴക്കൂമ്പ്, വാഴക്കൊടപ്പൻ അല്ലെങ്കിൽ വാഴച്ചുണ്ട് എന്ന് പറഞ്ഞ സാധനം ഇല്ല. അറ്റം വരെയും കായ. ഈ വട്ടി അപ്പയുടെ പപ്പായ വെക്കാൻ മേടിച്ചതായിരിക്കും. എനിക്ക് തോന്നി. കാരണം അപ്പയുടെ പപ്പായ മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പൊ എനിക്ക് മനസ്സിലായി. എന്നിട്ട് പറയണ എന്താന്നറിയാമോ, അമ്മയ്ക്ക് വേണ്ടി മേടിച്ച വട്ടിയാ. ഞാൻ പഴം വെക്കണ ഇതിലാ. ഇത് ഇങ്ങനെ ഫ്ലിപ്കാർട്ടിന്റെ ഏതാണ്ട്. പിന്നെ മുറത്തില് മറ്റുള്ള സംഗതികൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യണത്. അത് അപ്പയുടെ പപ്പായ സെപ്പറേറ്റ് ചെയ്ത് മാറി. അതില് പപ്പായ മാത്രമേ വെക്കാൻ പാടുള്ളൂ.
പഴം അതിലിട്ട് കഴിഞ്ഞാ വിവരം അറിയും. എന്നാന്നറിയാമോ, പപ്പായ എടുക്കാൻ നേരത്തെ പഴം അതിലിരുന്ന് കഴിഞ്ഞാ പ്രശ്ന. ഞാൻ പഴം എടുക്കാൻ നേരത്തെ എന്റെ വട്ടിയിൽ പപ്പായ ഇരുന്ന് കഴിഞ്ഞാൽ അത് പ്രശ്ന. രണ്ടു കൂട്ടരും തമ്മിൽ പ്രശ്നം ഉണ്ടാക്കും. പപ്പായക്ക് സെപ്പറേറ്റ് വട്ടി, പഴത്തിന് വട്ടികളുണ്ട് കേട്ടോ. ഇവിടെ ഇത് വെച്ചേക്കണം. പക്ഷെ അതിൽ എടുത്തു വെക്കാൻ എടുക്കുള്ളൂ. ഇങ്ങനെ പഴിപ്പിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉള്ളതിൽ എടുത്തു വെക്കണം. നീ അല്ലേ പറഞ്ഞു ഇങ്ങനെ ഉള്ളതിൽ എടുത്തു വെച്ച സുഖമാണ്. ഞാൻ ഒരപ്പറയിലെ ബെഞ്ചേല അത് വെക്കാം. അപ്പൊ രണ്ടുപേർക്കും സെപ്പറേറ്റ് പാത്രമാണെങ്കിൽ ആരും എടുക്കുമ്പോ ആർക്കും കൺജഷൻ ഇല്ലാതെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പുറത്തിരുന്നാലും ഓക്കെ. ഓ, ഒരു സ്പൂണിൽ കാണിക്കാം. എന്ത് ഞാൻ ആദ്യം ഓർത്തതേ ഇളവൻ തേങ്ങാക്കൊത്ത് ഇടാന്ന. അപ്പൊ പിന്നെ ഇളവൻ തേങ്ങാക്കൊത്ത് ഇല്ല, വീണ് കിടക്കുന്ന തേങ്ങയിലൊന്നും ഇളവനില്ല. അപ്പൊ മൂത്തതിട്ടാ കടുകടുന്നിരിക്കും. ഇനിയിപ്പോ വേറൊരു ദിവസം ഈ ചക്കക്കുരു ബാലൻസ് ഇരിക്കുവാണെങ്കിൽ അത് കാണിക്കും. ഇതല്ല ഫ്രീസറിൽ ഇരിക്കുന്നത്. ചാറുകറിക്കൊക്കെ വെച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ ഇളവൻ തേങ്ങാക്കൊത്തിട്ട് ഉലർത്തി കാണിക്കാം. ഇല്ലെങ്കിൽ പുതിയ ചക്കക്കുരു വരുമ്പോ ഇളവൻ തേങ്ങാക്കൊത്തിട്ട് ഉലർത്തി കാണിക്കാം. അപ്പൊ നമുക്ക് ഉള്ളിയും മുളകും ഒക്കെ ചതയ്ക്കാം. പിന്നെ എടുത്തു ഉള്ളി ഇത് കണ്ടല്ലോ. ഒരു സ്പൂണൊന്ന് കോരി കാണിച്ചു തരാം. അതിനാണ് എന്റെ കോൺസെൻട്രേഷൻ തെറ്റുമോ? കാണിച്ചു തരാം ഞാൻ. അങ്ങനെയല്ല, ഇപ്പൊ എല്ലാവർക്കും കൊതി പിടിപ്പിച്ച് കാണും. അല്ല, പണ്ട് ചക്കക്കുരു കഴിക്കണ നൊസ്റ്റാൾജിക് ഓർമ്മ വന്നില്ലേ? പണ്ട് ചക്കക്കുരു വേവിക്കുന്ന വെള്ളം വേണോന്ന് എന്നോട് പറയുമായിരുന്നു. അന്ന് അമ്മച്ചി അന്നേരം ഉള്ളപ്പോഴും അമ്മച്ചി അപ്പച്ചനും അന്നേരം ഞാൻ നിന്നോട് പറയും ചക്കക്കുരു വേവിക്കുന്ന കലത്തിലിട്ടല്ലേ, മൺകലത്തിലിട്ടാ വേവിച്ചോടുന്നത്. ആ വെള്ളം അതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ രുചി പോകും. 100 അല്ലേ അത്. ഇപ്പൊ അന്നേരം അമ്മച്ചി പറയണ ഒരു വർത്താനമുണ്ട് എന്നോട്. എന്റെ കുഞ്ഞോളെ ആ കൊച്ചിനിച്ചിരി അങ്ങ് കൊടുക്കുക. 100 പോണെങ്കിൽ 100 പോട്ടെ, ചക്കക്കുരു അല്ലേന്ന് ഇഷ്ടമായിട്ട് ചോദിക്കുന്നത്. നീ കുഞ്ഞായിരുന്നപ്പോഴാ. എന്റെ പോലെ സ്വഭാവമുള്ളവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ. എനിക്ക് കുറെ സ്വഭാവമുണ്ട്. ഇങ്ങനെയൊക്കെ വെള്ളം കുടിക്കുന്നതല്ല, എനിക്ക് കൂട്ടാനെളുത്തിയ ചീനിച്ചട്ടിയിൽ ചോറിട്ടടക്കണം. എനിക്കത് ഭയങ്കര നൊസ്റ്റാൾജിയ. ചെമ്മീൻ കറി, മീൻകറിയുടെ എനിക്ക് ഇഷ്ടമല്ല. ചെമ്മീൻ കറി, ചെമ്മീൻ ഉലർത്ത, അച്ചിങ്ങ ഉലർത്ത, ഇതിന്റെയൊക്കെ ഈ ചീനിച്ചട്ടിന്ന് കറി കോരി കഴിയുമ്പോ ഇച്ചിരി എണ്ണമയൊക്കെ അതിലിരിക്കൂലേ, അത് ചോറിട്ട് ഉലർത്തി കഴിക്കണത് എനിക്ക് ഇഷ്ടമാണ്. ആ ഇഷ്ടമുള്ള കൂണുലർത്ത കൂന്തോരൻ, ആ ഇഷ്ടമുള്ളവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് അടിക്കുക. അത് വേസ്റ്റായി പോവാതിരിക്കാൻ വേണ്ടിയുള്ള ചിന്തിക്കാനുള്ള ബോധമൊന്നും അന്നില്ല സ്കൂളിൽ പഠിക്കുന്ന കാലം. എന്താണെന്നറിയാം, അത് നല്ല രുചിയാ. ആ രുചിയിലുണ്ടാണ്. എന്നിട്ട് അതിൽ വേറെ ഒരു കറി ഒഴിക്കുകയും ചെയ്യരുത്, ഒരു കറിയും കൂട്ടുകയും ചെയ്യരുത്. അതിങ്ങനെ ഇളക്കിയിട്ടേച്ചില്ല, ഇച്ചിരി ചോറ് ഇടുക, എന്നിട്ട് ഉരുട്ടി വെച്ചോ. അതെനിക്ക് ഭയങ്കര ഓർമ്മ. ഞാൻ അന്നേരം എല്ലാം ഓർമ്മ വന്നത് എന്റെ ഗ്രാൻഡ് മദറിനെയാണ്. അമ്മ ഇങ്ങനെ വന്നത് കണ്ടില്ലേ? അതെ, നീ ലേറ്റസ്റ്റ് പടം കാണിച്ചല്ലോ. അപ്പൊ ഇനി നമുക്ക് ഉലർത്താൻ നോക്കാം. ഉള്ളി എടുത്തോണ്ട് വരട്ടെ കേട്ടോ. ചുവന്നുള്ളി, വെളുത്തുള്ളി, വേപ്പില, കുരുമുളക്. കാന്താരിമുളക് ഉണ്ടോ? ഇല്ല, ഇതിന് കാന്താരിമുളകില്ല. ഉലർത്തുമ്പോ ഇല്ലേ ചക്കക്കുരുവിനൊന്നും കാന്താരിമുളക് ചേർക്കൂല. പക്ഷെ ചക്കക്കുരു വേവിക്കുമ്പോ അതില് കാന്താരിമുളക് പിളർന്നിട്ടാ നല്ലതാ. ഞാൻ എന്നാ ചെയ്യാതിരുന്നേന്ന് വെച്ചാൽ പിന്നെ അത് ആ കാന്താരിക്ക് ഭയങ്കര എരിവാ. പിന്നെ എരിവ് കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ ചുമന്ന മുളക് ചേർക്കണം, കുറച്ച് ചേർക്കേണ്ടി വരും. അപ്പൊ വേറൊരു കുഴപ്പം എന്നാന്ന് വെച്ചാൽ ചക്കക്കുരു ഉലർത്തുമ്പോ ഒരു കളർ ഉണ്ടാവൂല. ചതച്ച മുളക് പൊടി തീർന്നു പോയി. ഷേർലി ചേച്ചി മുളക് തന്നായിരുന്നു ചോദിച്ചിട്ടാ ചതച്ചെടുക്കാൻ പാകത്തിനുള്ള ക്രഷ്ഡ് ചില്ലിക്കുള്ളത്, കടുക് പൊട്ടിക്കാനും. പക്ഷെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് പൊടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് പൊടിച്ച എരിവ് മുളക് പൊടിയാട്ടോ ചേർക്കണം. അപ്പൊ വേറെ ഒരു ഇതുണ്ട്, ഇതിന് ക്രഷ്ഡ് ചില്ലി ചേർത്ത് കഴിഞ്ഞാൽ ഇതിന് കളർ എങ്ങനെ ഉണ്ടാവൂല. ചുമന്ന മുളക് ചേർത്താലാണ് ഇതിന് ശരിക്കും കളർ കിട്ടുള്ളൂ. അത് ഞാൻ പറഞ്ഞേക്കാം കേട്ടോ ആ കൂട്ടത്തില്. അപ്പൊ ഇത് ബ്രൗൺ തൊലി ഉള്ളതുകൊണ്ട് ഇച്ചിരി ബ്രൗണിഷ് ആയിട്ടൊക്കെ ഇരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ അതില് ഗുണങ്ങളുണ്ടെന്ന് പറയണോണ്ടാണ് അത് കളയാതിരുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞേക്കാം, എളുപ്പമാണ്. അതുകൊണ്ട് പിന്നെ ഗുണാണെന്ന് കേട്ടപ്പോ ഉപകാരായി. ഗുണാണെന്ന് ഞാൻ ചേച്ചി തൊട്ട് നോക്കണം. ഗുണാണെന്ന് കേൾക്കുമ്പോ ആരും കംപ്ലൈന്റ് ഇവിടെ പറയൂ. നിങ്ങളുടെയൊക്കെ വീട്ടിൽ അങ്ങനെയാണോ? ആണെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഓക്കേ, മുട്ട് കഴിഞ്ഞാൽ നമുക്ക് കുരുമുളക് പൊടി അത് മതി. കുരുമുളക് ചതയ്ക്കാൻ ചേർത്തിട്ടുണ്ട്. ചുമന്നുള്ളി, വെളുത്തുള്ളി, വേപ്പില, കുരുമുളക് കേട്ടോ ചതച്ചേക്കണത്. അതൊക്കെ സ്വന്തം ഇഷ്ടം. മുളക് പൊടി ഇടുമ്പോൾ എപ്പോഴും സിമ്മിലാക്കുക. ദേ മുട്ടു
കുറച്ച് നാള് ചക്ക ഉണ്ടായി കുറച്ച് നാൾ കഴിഞ്ഞാൽ ഒരു മനുഷ്യനും വേണ്ടാട്ടോ ഇതാ. അതെ, അല്ലാത്തപ്പോ എല്ലാവർക്കും വലിയ കേമ അല്ലേ? അമൃത. അമൃത ഇപ്പോൾ അമൃത കുറച്ച് കഴിയുമ്പോ ആർക്കും വേണ്ടാത്തൊരു കറി. അല്ലെങ്കിലും നമുക്ക് ഒരു സാധനം കിട്ടിക്കൊണ്ടിരിക്കുമ്പോ അതിന്റെ വില അറിയില്ല. അത് ശരിയാ. ഇല്ലാതെ വരുമ്പോഴായിരിക്കും. അത് മനുഷ്യന്റെ കാര്യത്തിലും അങ്ങനെ. നമ്മുടെ കൂടെ ഉള്ളപ്പോ വലിയ വില ഉണ്ടാവൂല, പക്ഷെ ഇല്ലാത്തപ്പോഴാണ് വില അറിയുക. അപ്പൊ ആ കൂട്ട ഒരു കാര്യം പറഞ്ഞോട്ടെ, എനിക്കത് പറയണം, അല്ലെങ്കിൽ എൻ്റെ മനസ്സിനൊരു വിങ്ങല. 2 ദിവസം മുമ്പ് 3 ദിവസം മുമ്പ് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങളിലൊക്കെ ഇളയ ഒരു കൊച്ച ഞങ്ങളിൽ നിന്ന് വേർപെട്ട് പോയി. ഇവിടെ പപ്പയുടെ പെങ്ങളുടെ മകളാട്ടോ. ദാരുണമായ ഒരു ഇതായി പോയി. സുഖമില്ലായിരുന്നു, 4-5 മാസമായിട്ട് സുഖമില്ലാതെ ഇരിക്കുമായിരുന്നു പുള്ളിക്കാരി. പെട്ടെന്നുള്ള വേർപാടായിപ്പോയി. ഓക്കെ, ചക്കക്കുരു അങ്ങനെ ഉലർത്തിന്റെ അവസാന ഘട്ടത്തിലെത്തി. ഇനി നമുക്ക് ചോറ് വിളമ്പുമ്പോ കാണാം. അപ്പൊ ഇപ്പൊ ഈ മെത്തേഡിലാണോ പൈനാപ്പിൾ കട്ട് ചെയ്യണേ? ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ആഹാ, ഇതെന്നാ ഇങ്ങനെ കട്ട് ചെയ്യണേ? ഇനി തോലി ചെത്താനായിട്ട് അല്ലേ? അതെന്നാ ഈ ഇങ്ങനത്തെ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യാൻ കാര്യം? വട്ടത്തിലാണേലും ചെയ്യാലോ. അല്ല, ഇത് അങ്ങനെ എടുത്തു കഴിഞ്ഞാല് എന്താണ് ഗുണം? ഇതില് കുത്തി പിടിച്ചോണ്ട് ഞാൻ എടുക്കാം ഓരോ പീസും. ഓ അങ്ങനെ. അപ്പൊ തൊലി എത്താതെ എടുക്കാൻ. അതെ. ഓ, വന്നോ? കറണ്ട് വന്നു. ആ, അമ്മ പറയാ വേഗം ചാർജ് ചെയ്തിട്ടോ. ദേ അപ്പ കേട്ടോ പൈനാപ്പിൾ തണ്ണിമത്തൻ കട്ട് ചെയ്യണ പോലെ അത് കട്ട് ചെയ്യണം. അത് അപ്പയ്ക്ക് വേറൊരു കാര്യമുണ്ട്. നമ്മള് ആരും വിചാരിക്കുന്ന രീതിയിലല്ല അപ്പയുടെ പരിപാടികൾ. ഞാൻ മോട്ടർ ഓൺ ചെയ്യട്ടെ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് പെർഫെക്ഷനിസ്റ്റ്. കറണ്ട് വന്നു കഴിഞ്ഞാൽ അമ്മ ആദ്യം ചെയ്യണ പണി എന്താണെന്നറിയോ? മോട്ടർ ഓൺ ചെയ്യുക. അതാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം. നിങ്ങൾ എന്തൊക്കെയാ ചെയ്യണേന്ന് പറയാട്ടോ. ഇത് അപ്പയുടെ ഫോണാട്ടോ അമ്മയെ കുത്തിയിടുന്നത്. അമ്മയുടെ ഫോൺ അമ്മ മൈൻഡ് ചെയ്യാറ് പോലും ഇല്ല. എന്റെ ഫോൺ ഇന്നലെ രാത്രി 2ഉം ഫുള്ളാക്കിയതാ. പക്ഷെ ഒരു വരെ അപ്പയുടെ കുറവുണ്ട്, അത് ശരിയാക്കണതാ. വാട്സപ്പ് ഫോണും കുത്തി. നിന്റെ മൊബൈൽ ഏതാന്ന് വെച്ച് വേഗം കുത്തിയിട്ടോ. അപ്പൊ കറണ്ട് വന്നു കഴിഞ്ഞാൽ അമ്മ ആദ്യം ചെയ്യണത് മോട്ടർ ഓൺ ചെയ്യാന്നുള്ളതാണ്. അങ്ങനെയൊന്നും അല്ല. മോട്ടർ ഇന്നലെ രാത്രിയിൽ കിടക്കണതിന് മുമ്പ് നിറച്ചതാ. പക്ഷേ അതുകൊണ്ട് ഞാനൊന്ന് ഓൺ ചെയ്ത് 2 മിനിറ്റിനകം അത് നിറയും. നിറച്ചേക്കാന്ന് കരുതിയാ. ഞാൻ കറണ്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാറില്ല. ഇത് ഇപ്പൊ സൺഡേ അല്ലേ, അതുകൊണ്ട് ഇതൊക്കെ കുത്തിയിട്ടാ. നിന്റെ ഫോൺ വേഗം കുത്തിയിട്ടോ. വാട്സപ്പ് ഫോൺ കുത്തി ഞാൻ. ഓക്കെ, ഓ അങ്ങനെ എടുക്കാനാണോ അപ്പയുടെ ഐഡിയ? ആ, ഇങ്ങനെ എടുക്കാനാണോ? ഓ അത് ശരി. അപ്പൊ ചെത്തണ്ട. കൊള്ളാം. ഇതിന് കുറച്ച് ക്രാഫ്റ്റ് വർക്ക് വേണം. അമ്മ ഒന്ന് എടുത്താ മതി. ഞാൻ എടുത്ത മുള പിടിച്ച് പൊക്കിയെടുക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, നല്ല ഭംഗിയാ ഇതാ. ഇങ്ങനെ എടുക്കണത് സൗകര്യ. പക്ഷെ ഇത് പുറത്ത് ഇതെടുത്ത് കൊടുക്കാൻ പറ്റൂല. ഇങ്ങനെ നമുക്ക് തിന്നാൻ സുഖം. നല്ല ഒരു പ്രത്യേക ഐഡിയ. ഇത് എവിടെയെങ്കിലും അപ്പൊ കണ്ടുപിടിച്ചതായിരിക്കും. ഇവിടെ നല്ല ഐഡിയ. നല്ല മധുരം ഉണ്ട് കേട്ടോ. നല്ല മധുരമുണ്ട്. നല്ല ഐഡിയ. ഫ്രീസറിൽ വെച്ചിരുന്ന ചക്കക്കുരു ഉലർത്തിയതാണ്. ചക്കക്കുരു മാങ്ങയും വെച്ച അതേ ടേസ്റ്റ് ചക്കക്കുരുവിന് സ്വന്തമായിട്ട് ചക്കക്കുരു തന്നെ ഉലർത്തിയപ്പോ കിട്ടിയിട്ടില്ല. ചക്കക്കുരു മാങ്ങയും വെച്ചപ്പോ ഒരു പ്രശ്നവും ഇല്ലായിരുന്നത്. മാങ്ങയിൽ ലയിച്ച് അങ്ങോട്ട് മിക്സ് ആവുമല്ലേ. ഇതിപ്പോ സ്വയം ചക്കക്കുരുവിന്റെ കൂടെ വേറെ ഒരു കൂട്ടുമില്ലല്ലോ. അപ്പൊ അതിന്റെ ഇച്ചിരി ടേസ്റ്റ് കുറവുണ്ട്. എന്ന് വിചാരിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരണ്ടേ. അതെ, അപ്പൊ അതുകൊണ്ട് പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് ചക്കക്കുരു മാങ്ങയും ഇരുമ്പുളി മാങ്ങയും അങ്ങനെ ചക്കക്കുരു ഇട്ട് വേറെ കൂട്ടുകറിക്ക് ചിലപ്പോ വിഷയം ഉണ്ടാവില്ല. തന്നെ ചെയ്യുമ്പോ അത്രക്ക് ടേസ്റ്റ് പോരാ കേട്ടോ. ഞാൻ അഭിപ്രായം ഷെയർ ചെയ്തതാ. സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയണം. ഇത് അച്ചിങ്ങ ഉലർത്താം.
ചക്കക്കുരു, ചക്ക ഇല്ലാത്ത സീസണിലെ ചക്കക്കുരു എപ്പോഴും നമുക്ക് ഭയങ്കര കൊതിയാലേ. ചക്കക്കുരു അപ്പോൾ കഴിച്ചോ? അമ്മ പറയണ ഉലർത്തിയതിന് അത്രയ്ക്ക് ടേസ്റ്റ് ഇല്ല എന്ന് പറയണ. എനിക്ക് അത്രയ്ക്ക് തോന്നിയില്ല കേട്ടോ. ചിലപ്പോൾ ഓരോ ചക്കയുടെ ചക്കക്കുരുവിന് വ്യത്യാസങ്ങളുണ്ടാവുമല്ലോ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ടേസ്റ്റ് ഡിഫറൻസ് തോന്നിയത്. എനിക്ക് അങ്ങനെ തോന്നിയില്ല. ഒരു പഴകിയ ടേസ്റ്റും എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ നമ്മൾ ഓരോ പ്ലാവിലെ ചക്കക്കുരുവിന് ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ചിലപ്പോൾ ആ ഒരു പ്ലാവിലെ അധികം ടേസ്റ്റ് ഇല്ലാത്ത ചക്കക്കുരു ആയിരിക്കാം നമ്മളിത് ഫ്രീസ് ചെയ്യാൻ എടുത്തത്. അത് ഓർക്കുന്നില്ല നമ്മളതാ. സാധാരണ നമ്മൾ വെക്കണ ചക്കയിലല്ല നമ്മൾ വെച്ചത്. അപ്പോൾ അറിയില്ല.